ഇന്ന് വളരെ രസകരമായ എന്നാൽ ചേക്കുമ്പോൾ ആ ആളാവാനായിട്ട് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ അത് നിങ്ങളാവാണ്ടിരിക്കാൻ നല്ലത്. ഇത് ഒരു 5 മിനിറ്റ് നേരത്തെ സുഖത്തിന് വേണ്ടി നിങ്ങളിങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്നാൽ ഇപ്പം ഈ പയ്യൻ കിടന്ന് അനുഭവിക്കുന്ന പോലെ അനുഭവിക്കേണ്ടി വരും. നമ്മളിന്ന് പറയാൻ പോണത് ഒരു കാശികാരിയായ ഒരു ആൻറ്റിയുടെ കഥയാണ്. ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടപ്രായം. അപ്പോൾ ഈ ആൻറ്റി ഒരു സ്കൂൾ ടീച്ചറാണ്. സ്കൂൾ ടീച്ചർ ആകുമ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് അവർ സ്കൂളിൽ പഠിപ്പിക്കും. അവിടെ നല്ല പേരുള്ള ടീച്ചറാണ്, നല്ല സാമ്പത്തികമുള്ള ടീച്ചറാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ടീച്ചറുടെ ഭർത്താവ് മരിക്കണം. ഭർത്താവ് മരിച്ചോട് കൂടിയിട്ട് മക്കളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജോലിയായിട്ടൊക്കെ വിദേശത്താണ്. ലാസ്റ്റ് പെൻഷൻ പറ്റിയപ്പോൾ ഈ ടീച്ചർ മാത്രമായി വലിയൊരു കൊട്ടാരം പോലെയുള്ള വീട്ടിൽ കുന്നുകൂടിയ സ്വത്തിൻ്റെ മുകളിൽ ഈ ടീച്ചർ മാത്രമായി. ടീച്ചർ എന്താ വിചാരിച്ചു, നമ്മുടെ ജീവിതം ഒന്നാവുള്ളൂ, നമ്മുടെ ജീവിതം നമുക്ക് അടിച്ചു പൊളിക്കണം, രസിക്കണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി നമ്മൾ ഈ സെക്സ് പരമായിട്ട് ചിന്തിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് ആരുമില്ല. അപ്പോൾ ടീച്ചർ എന്തുണ്ടായി, ടീച്ചറുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി ചെയ്യലാണ്, സെക്സ് ചെയ്യലാണ് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത്. അതിപ്പോൾ ഭർത്താവില്ല, ഇനി വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ വലിയ നിലയിലായി, അവരൊക്കെ വലിയ സമ്പത്തുള്ളവരാണ്, അവരൊക്കെ വലിയ നാട്ടിൽ ജീവിക്കുന്നത്. അപ്പോൾ ടീച്ചർ നാട്ടിൽ തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ടീച്ചർക്ക് ഒരു ഡ്രൈവറുണ്ട്, ഒരു സുന്ദരനായ ഒരു ഡ്രൈവർ. അവൻ ചെറുപ്പക്കാരനാണ്, അവൻ വിവാഹം കഴിച്ചിട്ടില്ല. അങ്ങനെ ടീച്ചർ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ അവനായിട്ട് ഈ ബന്ധപ്പെടൽ അവനായിട്ട് നല്ല പരിപാടിയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ്, അവനും ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചെറുപ്പമാണല്ലോ, അവൻ നന്നായി ടീച്ചർക്കും കളിച്ചു കൊടുക്കും, ടീച്ചർക്കും ഇഷ്ടമാണ്. അവന് ഇഷ്ടം പോലെ കാശും കൊടുക്കും. അവൻ്റെ വീട്ടിലൊക്കെ ദാരിദ്ര്യമൊക്കെ തീർന്നു, അവൻ ഒത്തിരി പൈസക്കാരനായി. എത്ര കാശ് ശമ്പളം എപ്പോഴും മൂപ്പര് കുറച്ച് കൊടുക്കുള്ളൂ. ഒരു 15,000 രൂപ മാസം കൊടുക്കുള്ളൂ. പക്ഷേ ഒരു 50,000 രൂപ വേറെ ചിലവുകൾക്ക് കൊടുക്കും. ശമ്പളം എന്ന് പറഞ്ഞ് 15,000 കൊടുക്കും. പിന്നൊക്കെ ടീച്ചറുടെ ഇഷ്ടം പോലെ ടീച്ചർ സഹായിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവന് പ്രായം കൂടി വരുമ്പോൾ ഇവനൊരു വീട്ടുകാരൊക്കെ പറഞ്ഞ് ഇവനൊരു കല്യാണമായപ്പോൾ ഈ ടീച്ചർ പറഞ്ഞു, നീ കല്യാണം കഴിച്ചു, അതിനിപ്പോൾ എന്താ കുഴപ്പം? എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി, വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ, എനിക്ക് ആദ്യമായിട്ട് ബാലപാഠം പഠിപ്പിച്ചു തന്ന ടീച്ചറല്ലേ, ടീച്ചറെ വിട്ട് എനിക്കൊരു കളിയില്ല, ടീച്ചറാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം, എനിക്ക് ടീച്ചറാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാണ്ടാവണതും അങ്ങനെയുള്ള ബന്ധങ്ങളൊരു തടസ്സം വരുന്നതും കല്യാണം കഴിച്ചു കഴിഞ്ഞത്. ആ ടീച്ചർക്കും മനസ്സിലായില്ല, അവനും മനസ്സിലായില്ല. പക്ഷേ അത് പോകെ രണ്ടുപേർക്കും മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യനെ സ്നേഹിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഇവന് വന്നു. കാരണം ഇവിടുന്ന് ടീച്ചർ വിടില്ല. കാലത്ത് ചിലപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ഒരു പരിപാടി കഴിഞ്ഞാൽ, വൈകുന്നേരം ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്നിട്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റും? ഭാര്യയുടെ അടുത്ത് ഭാര്യനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവനൊരു കുട്ടി ഉണ്ടായി, കുട്ടീനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും സമയം കിട്ടുന്നില്ല, ടീച്ചർ വിടൂല്ല. ഇങ്ങനെ ഈ അവസ്ഥയിൽ അവന് മാനസികമായിട്ട് സമ്മർദ്ദം വന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം. ഈ ടീച്ചറെ ബന്ധം തുടങ്ങിയത് ഏറ്റവും വലിയൊരു പ്രശ്നമായി എന്നുള്ള അവന് തോന്നുന്നത് അപ്പോഴാണ്. പക്ഷെ ഇത് മറുത്തൊരു വാക്ക് പറയാൻ പറ്റില്ല. മറുത്തൊരു വാക്ക് പറയാൻ പറ്റില്ല. അത്ര ദൈവം ഇവർ ഓരോ കാര്യങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. ജോലിയും പോകും, നാണം കെടുത്തുകയും ചെയ്യും. ഇനിയിപ്പോൾ വല്ല വീഡിയോ ഫോട്ടോ വല്ല എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലതും പുറത്ത് കഴിഞ്ഞാൽ അതുമായി. ഇവന് ആകെ കഷ്ടമായി. ഇവന് പിന്നെ ഇനിയിപ്പോൾ ഇവന് ഒരു കാരണവശാലും ഭാര്യ എന്ന് പറഞ്ഞൊരു വ്യക്തി ഭാര്യനെ സ്നേഹിക്കാനോ ഭാര്യയ്ക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കാനോ കുട്ടീനെ സ്നേഹിക്കാനോ ഇവന് പറ്റാണ്ടായി. അവന് സമയം കൊടുക്കില്ല ടീച്ചർ. ഇങ്ങനെ നിൽക്കുമ്പോൾ ടീച്ചർ ഈ ഭാര്യയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാര്യമാർക്കുണ്ട് ഒരു കാര്യമുണ്ട്, നമ്മൾ പുറത്ത് എവിടെയൊക്കെ പോയി എന്തൊക്കെ പരിപാടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും വീട്ടിലും വന്നിട്ട് ഈ കൃഷി ചെയ്തില്ലെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ഭർത്താവിന് വെറുത്തിട്ട് പിന്നെ അവർ അടുത്ത പടി നോക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനെ കൂടെ ജീവിച്ചിട്ടൊരു കാര്യമില്ല. മനുഷ്യൻ 3 നേരം തിന്നാൻ മാത്രം തന്നാൽ പോരാ, അല്ലെങ്കിൽ വേറെ സൗകര്യങ്ങളൊക്കെ വേണം. ഏറ്റവും അധികം കാര്യം എന്ന് വെച്ചാൽ മുണ്ട് മുറുക്കി കിടന്നാലും ഈ ഒരു വൈകുന്നേരം കെട്ടിപ്പിടിച്ചെടുക്കാനും ഒന്ന് പരിപാടി ചെയ്യാനൊക്കെ ആഗ്രഹം ഏത് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും. അത് സഹായിച്ച് കൊടുത്തില്ലെങ്കിൽ അവരെന്ത് പറയും, നീവനായിട്ടുള്ള ബന്ധം നമുക്ക് ശരിയാവില്ല, വേറെ എന്തെങ്കിലും കാരണം പറയും. ഈ പരിപാടിയുടെ കാര്യം പറയില്ല, പരിപാടി ചെയ്യാണ്ടാണ് ഞാനിവനെ ഉപേക്ഷിക്കുന്നുള്ള ഒരു മനുഷ്യൻ പോലും, ഒരു ഫാമിലി പോലും പുറത്ത് പറയില്ല. അത് അവരെ മനസ്സിലുണ്ടാവും. എന്നിട്ട് ഈ പശുവിനെ ചാരിയിട്ട് എരുമേനെ തല്ല എന്ന് പറഞ്ഞ പോലെ എന്നിട്ട് അവർ പറയും വേറെ കാരണം, ഞങ്ങൾ രണ്ടുപേരും ഒത്തുപോകാൻ കഴിയുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും എന്നും വഴക്കാണ്, ഞാൻ പറയണത് അവൾ കേൾക്കുന്നില്ല, അവൾ എന്നെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ സംശയമാണ്. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഒരു ഡൈവേഴ്സ് നോട്ടീസ്.
അതോടുകൂടി പിരിഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്കായി. കാരണം അവർക്ക് രണ്ടാൾക്കും പറയും. പക്ഷെ ഈ കാരണങ്ങൾ പുറത്ത് പറയാൻ കൊള്ളില്ല. ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാനക്കേടല്ലേ. ഭർത്താവിനും മാനക്കേട്, ഭാര്യയ്ക്കും മാനക്കേട്. അവർ ആരെയാണ് ബലഹീനത, ആരെയാണ് ഇത് ഇഷ്ടപ്പെടാത്തത്, ആരെയാണ് ഈ കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ പണിക്കന്മാരൊക്കെ നോക്കാറുണ്ട് യോനി പൊരുത്തം ഉണ്ടെങ്കിലേ കല്യാണം ശരിയാവുള്ളൂ. അതുപോലെ തന്നെ യോനിപുരത്തിലാണ് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡൈവോഴ്സൊക്കെ ഇടയിലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് യോനിപുരത്തം കൂടി ഇല്ല. അങ്ങനെ എന്തുണ്ടായി, ഈ പയ്യന് വീട്ടിൽ സ്നേഹിക്കാൻ പറ്റാണ്ടായി, ടീച്ചറാഴ്ച വിടുവാണ്ടായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടിയായിട്ട് ആ പെണ്ണ് എന്തുണ്ടായി, ഇവനെ ഡൈവോഴ്സ് ചെയ്തു. മനസ്സോടെ ഡൈവോഴ്സ് ചെയ്തു. ഇപ്പോൾ ആ ഡൈവോഴ്സ് വന്നതോട് കൂടിയിട്ട് പിന്നെ എന്താ കാരണം എന്നുള്ള രണ്ടുപേരും പറയുന്നില്ല. ഇവർ രണ്ടുപേർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല. രണ്ടുപേരും രണ്ട് വഴിക്കിന് രണ്ട് കൊമ്പത്തിന് രണ്ടുപേരും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഒത്തുപോകാൻ പറ്റുന്നില്ല. ഇവർ ഡൈവേഴ്സ് ചെയ്തു. ആർക്കും എന്ത് പറയാൻ പറ്റും, അതങ്ങനെ ഡൈവേഴ്സായി പോയി. ഇനി ഇവൻ്റെ ജീവിതം എന്താണെന്ന് ചിന്തിക്കുക. കാശ് മാത്രമല്ലല്ലോ ജീവിതം, ഒരു കുടുംബജീവിതം പോയി. കുടുംബജീവിതം പോയി എന്ന് തന്നെയല്ല, ഒരു കുട്ടിയായി. ആ കുട്ടീനെ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അത് കഴിഞ്ഞ് കുടുംബ കോടതിയും മറ്റേ കോടതിയായിട്ട് കുറേ കയറി ഇറങ്ങി രണ്ടുപേരും പിന്നെ മ്യൂച്വലായിട്ടായി. കാരണം പെട്ടെന്ന് തന്നെ ഡൈവോഴ്സ് കിട്ടി. ഡൈവോഴ്സ് കിട്ടിയപ്പോൾ വീട്ടുകാർ പറഞ്ഞു, അവൾ പോട്ടെ പുല്ല്, നിനക്ക് അവളെ പറ്റില്ല, ഞങ്ങൾക്കും അല്ലെങ്കിൽ അവളെ സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെടില്ല, നീ വേറെ കല്യാണം കഴിക്കുന്നു. ഇനിയിപ്പോൾ രണ്ടാം കെട്ടുള്ള പെണ്ണിനെ കഴിച്ചാലും കുഴപ്പമില്ല. ഇവനാകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ. ഇനി വന്നാൽ ഇതെങ്കിലും സ്ഥിതി, ഈ ടീച്ചർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവനിനി കല്യാണം കഴിക്കാൻ പറ്റില്ല. ടീച്ചർ മരിച്ചാൽ മാത്രമേ ഇവനൊരു വിവാഹബന്ധം നടക്കുള്ളൂ എന്ന് ഇവന് മനസ്സിലായി. ലാസ്റ്റ് ഇവൻ ടീച്ചറെ എടുത്ത് തന്നു, ടീച്ചറെ എൻ്റെ ഭാര്യ പിരിഞ്ഞു പോകാനുള്ള കാരണം ഞാൻ ഇപ്പോഴും ടീച്ചറെ അടുത്താണ്. ഇതൊന്നും അവർക്കറിയില്ല, വീട്ടുകാർക്ക് അറിയില്ല, നാട്ടുകാർക്ക് അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ ടീച്ചറെ പറ്റിയിട്ട് ആരും അങ്ങനെ ഒരു മോശമായിട്ട് ചിന്തിക്കുന്നു പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് ഭാര്യനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, കുട്ടീനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, അവളായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഈ ഒരൊറ്റ കാരണത്തിൻ്റെ മുകളിലാണ് അവൾ എന്നെ വേണ്ടാന്ന് വെച്ച് പോയത്. ഞങ്ങൾ പിരിയാൻ കാരണം. ഇനിയിപ്പോൾ വീട്ടുകാർ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് എന്നെ നിർബന്ധിക്കുക. ഞാൻ എന്താ വേണ്ട ടീച്ചറെ? എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കടലിലും ചെറുത്താനും നടക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ എന്താ വേണമെന്ന് ടീച്ചർ പറഞ്ഞാൽ മതി, ടീച്ചർ പറയണ പോലെ ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ അന്നും നിന്നോട് പറഞ്ഞല്ലോ, എൻ്റെ സ്നേഹം വേറെ, നിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്നേഹം നിനക്ക് കൊടുക്കാൻ നിന്നോട് പറഞ്ഞല്ലോ. അതിനെങ്ങനെ ടീച്ചറെ? എനിക്ക് ടീച്ചറെ സ്നേഹിച്ച് ടീച്ചർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനോട് താല്പര്യമില്ല, ഇഷ്ടമില്ല. എല്ലാം ഇവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ തീർത്തിട്ടല്ല ഞാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ടീച്ചർ നമ്മളായിട്ടുള്ള ആ കണക്ഷൻ പിടിയിക്കുക. നമുക്കിനി ആ ഒരു ശാരീരികമായിട്ടുള്ള ബന്ധം അധികം കാലം കൊണ്ടുപോയത് ആരെങ്കിലും അറിയും, അത് പ്രശ്നമാവും. ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിച്ച് ഞാൻ വേറെ കല്യാണം കഴിക്കുക. അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞാൻ ടീച്ചറെ ഈ പാദസേവ ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചോളാം. ഇനി ഒരു കാരണവശാലും വീട്ടുകാർ പറഞ്ഞാലും ടീച്ചർ പറഞ്ഞാലും ഞാൻ വേറെ കല്യാണമേ കഴിക്കില്ല. അതെൻ്റെ ഒരു തീരുമാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ കല്യാണം കഴിക്കണ്ട. നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് എനിക്കും പ്രശ്നമാണ്, നിനക്കും പ്രശ്നമാണ്. നമ്മൾ ഒരു പ്രാവശ്യം കാച്ചളം കണ്ട പൂച്ച പച്ചളം കണ്ടാലും പേടിക്കുന്നു പറഞ്ഞ പോലെ ഇനി നീ ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ നിനക്ക് ഇതന്നെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നീ ഇനി കല്യാണം കഴിക്കണ്ട. നീ ഇങ്ങനെയായിട്ട് പോട്ട വണ്ടി, കല്യാണം കഴിക്കാണ്ട് ആൾക്കാർ ജീവിക്കുന്നില്ലേ, അതുപോലെ പോട്ട വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിന്നെ വീട്ടുകാർ പറഞ്ഞൊക്കെ തള്ളിക്കളഞ്ഞു. ടീച്ചർ പറഞ്ഞ് മാത്രം കേട്ട് ടീച്ചർ വാർദ്ധക്യകാലം അടിപൊളിയായിട്ട് ആഘോഷിച്ച് ആ ചെറുപ്പക്കാരനായിട്ട് ഇപ്പോഴും പരിപാടിയും ചെയ്ത് അടിപൊളിയായിട്ട് നടക്കണം. ഇവൻ്റെ മാനസിക പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ കാരണം ഇതൊക്കെ ആരെങ്കിലോടൊന്ന് പറയണം എന്നുള്ള നിലയിൽ ഒരു കൂട്ടുകാരനോട് പറഞ്ഞതാണ്. ആ കൂട്ടുകാരനോട് പറഞ്ഞതാണ് അതൊരു വിനിയായി എന്ന് പറയാത്ത അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ ആൻറ്റിമാരെ അടുത്ത് ചെന്ന് ചാടുമ്പോൾ സംഗതിയൊക്കെ കളിക്കാനൊക്കെ കിട്ടും. പക്ഷേ അത് ലാസ്റ്റ് ഒരു കുരിശായിട്ട് മാറാതിരിക്കാൻ നിങ്ങളെല്ലാം ശ്രമിക്കുക. വീഡിയോ കാണുന്നവർ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത്. അപ്പോൾ ഈ ആൻറ്റിയുടെ കഥ കണ്ടെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കഥേനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താ വെച്ചാൽ പറയാം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബന്ധങ്ങൾ നടക്കുന്നുണ്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയാം. ഓക്കെ, ബൈ.